സോ ഫ്രണ്ട്സ് നോക്കൂ, ഞാൻ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, യുനാനിമസ്, യൂണിയൻ, യുണീക്ക്, യൂണിഫോം, യൂണിറ്റ്, യൂസ്ഫുൾ, യൂസർ. അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മളുടെ വവൽ സൗണ്ട്സ് ആണ്. ഏതൊക്കെയെന്ന് പറഞ്ഞു? എ, ഇ, ഐ, ഒ, യു. അല്ലേ? ഇതാണ് വവൽ സൗണ്ട്സ്. ഇതിലാണ് തുടങ്ങുന്നത്. ഏത്? യു എന്നുള്ള വവൽ സൗണ്ടിലാണ് യുനാനിമസ് എന്നുള്ള പദം തുടങ്ങുന്നത്. ദെൻ യൂണിയൻ, യുണീക്ക്, യൂണിഫോം, യൂണിറ്റ്, യൂസ്, യൂസർ. അല്ലേ? പക്ഷെ ഇതൊക്കെ യു എന്ന് പറയുന്ന വവൽ സൗണ്ട്സിലാണ് തുടങ്ങുന്നത്. പക്ഷേ പ്രൊനൗൺസിയേഷൻ വരുന്നത് എങ്ങനെയാണ്? യു എന്നാണ്. അല്ലേ? യു എന്നാണ്. യാ, യു. ആ യാ എന്നുള്ളത് ഏതിലേക്ക് പോകും? നമ്മളുടെ കോൺസണൻറ്റ് സൗണ്ട്സിലേക്ക് പോകും. അല്ലേ? കോൺസണൻറ്റ് സൗണ്ട്സിലേക്ക് പോകും. ആ കോൺസണൻസിലേക്ക് പോകുമ്പോഴേക്ക് എന്തായിട്ട് മാറും? അവിടെ ആർട്ടിക്കിൾ എ ആയിരിക്കും വരുന്നത്. എ യുനാനിമസ്. നെക്സ്റ്റ് എ യൂണിയൻ, എ യുണീക്ക്, എ യൂണിഫോം, എ യൂണിറ്റ്, എ യൂസ്ഫുൾ, എ യൂസർ. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ആക്കി വെക്കുക. എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് ബൈഹാർട്ട് ആക്കാൻ പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യുക? കിട്ടുന്നത് എന്താണോ എക്സാമ്പിൾ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ. എ യുനാനിമസ്, എ യൂണിയൻ, എ യുണീക്ക്, എ യൂണിഫോം, എ യൂണിറ്റ്, എ യൂസ്ഫുൾ, എ യൂസർ. അടുത്ത് പറഞ്ഞു നോക്കൂ. ഇയർ, ഈസ്റ്റ്, ഈൽഡ്. അല്ലേ? ഇയർ, ഈസ്റ്റ്, ഈൽഡ്. ഈ ആണ് നമ്മൾക്ക് അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നതായിട്ട് തോന്നുക. പക്ഷെ അങ്ങനെയാണോ? ഇയർ, ഇയർ എന്നാണ് വരുന്നത്. അപ്പം എന്താണ്? എ ഇയർ, എ ഈസ്റ്റ്, എ ഈൽഡ്, എ ഈസ്റ്റ് ഇൻഫെക്ഷൻ, എ ഇയർ, എ ഈൽഡ്. അവിടെയൊക്കെ വരുന്നത് എന്താണ്? എ എന്നുള്ള ആർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ PSCക്ക് കഴിഞ്ഞ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ഡാഷ് ഈസ് എ ഫീമെയിൽ ഷീപ്പ്. അല്ലേ? യു ഷീപ്പിൻ്റെ ഫീമെയിലാണ് എന്നുള്ളത്. അല്ലേ? ഷീപ്പിൻ്റെ ഫീമെയിലാണ് ഇ എന്നുള്ളത്. നോക്കാം, ഡാഷ് യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. അവിടെ വരുന്ന ആർട്ടിക്കിൾ എന്തായിരിക്കും? എ ആണോ, ആൻ ആണോ, ദി ആണോ, അതോ നോ ആർട്ടിക്കിൾ ആണോ? നമ്മൾ പഠിച്ചു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ആൻ എന്ന് പറയുന്നത് വവൽ സൗണ്ട്സിനൊപ്പമാണ് വരുന്നത് എന്ന്. അല്ലേ? നമ്മൾക്ക് പൊതുവേ വവൽ സൗണ്ട്സിനൊപ്പം വരുന്നത് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? ഫസ്റ്റ് തുടക്കം വവൽ സൗണ്ട് ആണോ എന്നാണ്. അവിടെ ഇ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണ്. പക്ഷേ അവിടെ പ്രൊനൗൺസിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? യു ആണ്. അല്ലേ? യു, യു എന്നാണ്. അവിടെ വരുന്ന ആർട്ടിക്കിൾ എന്തായിരിക്കും? എ യു എന്നാണ്. എ യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഓക്കെ, അടുത്ത് നോക്കാം. 2005 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വെൻ ഐഷ വാസ് വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്, she met dash one-eyed beggar on the pavement. അല്ലേ? ഇവിടെ വൺ ഐഡ് എന്നാണ് പറഞ്ഞത്. വൺ ഐഡ്. അല്ലേ? ഇവിടെ വൺ എന്നുള്ളതിനെ നോക്കുക. വൺ നമ്മൾക്കറിയാം എ, ഇ, ഐ, ഒ, യു. ഇതിൽ ഒ എന്ന് പറയുന്ന ലെറ്ററിലാണ് വൺ എന്നുള്ള തുടങ്ങുന്നത്. ONE, വൺ. പക്ഷേ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത്? വാ, വാ. അല്ലേ? വാ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ വ്യഞ്ജനാക്ഷരമാണ്, കോൺസണൻറ്റ് സൗണ്ടാണ്. അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ആർട്ടിക്കിൾ എന്തായിരിക്കും? എ എന്നുള്ളതാണ്. അല്ലേ? വെൻ ഐഷ വാസ് വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്. ഇവിടെ ത്രൂ ഉണ്ട്. വെൻ ഐഷ വാസ് വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്, she met a one-eyed beggar on the pavement. Okay, is it clear? Okay, start ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയത് ആർട്ടിക്കിൾസിലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിരുന്നു, എയും ആനും. ഇനി അടുത്ത് നോക്കാം
ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദി എന്നുള്ളത്. അപ്പോൾ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി എന്നുള്ളത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഉദാഹരണം വെച്ചിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഡാഷ് ദി വെസ്റ്റേൺ ഗാർഡ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ടു സേവ് ഡാഷ് ലൈഫ് ഓഫ് കേരള. 2014 PSC ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്നുള്ളത് അല്ലേ മലനിരകളെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആണ് ഉപയോഗിക്കുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആണ് ഉപയോഗിക്കുന്നത്. ദി വെസ്റ്റേൺ ഗാർഡ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ടു സേവ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലനിരകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർവ്വതനിരകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ആണ് ഉപയോഗിക്കുന്നത്. നോക്കുക, പ്രൊട്ടക്റ്റഡ് ടു സേവ് ഡാഷ് ലൈഫ് ഓഫ് കേരള അല്ലേ. കേരള എന്ന് പറയുന്ന ഒരു നൗൺ അവിടെ വരുന്നുണ്ട് അല്ലേ. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് ഓഫ് കേരള എന്ന് പറയുന്നത്, കേരളത്തിലെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ദി എന്നുള്ള ആർട്ടിക്കിളാണ്. സോ നോക്കുക, ദി വെസ്റ്റേൺ ഗാർഡ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ടു സേവ് ദി ലൈഫ് ഓഫ് കേരള. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കുക. ദ ടീച്ചർ ഡ്രോ ഡാഷ് ട്രീ ഓൺ ഡാഷ് ബ്ലാക്ക് ബോർഡ്. The teacher draw a tree on the blackboard. അല്ലേ, അതും PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2014 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒന്ന് നോക്കുക, ഹി പ്ലേസ് ഡാഷ് വയലിൻ അല്ലേ. ഹി പ്ലേസ് ഡാഷ് വയലിൻ. ഹി പ്ലേസ് ദി വയലിൻ എന്തുപയോഗിച്ചു? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ദി വയലിൻ എന്ന് പറയുന്നു. സോ in the name of musical instruments, musical ഓക്കെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുൻപായിട്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുൻപായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുൻപായിട്ട് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദി വയലിൻ, ദി പിയാനോ, ദി ഗിത്താർ, ദി കീബോർഡ്. ഓക്കെ, അപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുൻപായിട്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുൻപായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നു. ഇനി നോക്കാം, കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളതാണ്. ഗ്ലോബൽ പോയിന്റ്സ് അല്ലേ, ഗ്ലോബൽ പോയിന്റ്സ്, ദ മിഡിൽ ഈസ്റ്റ് അല്ലേ, ജിയോഗ്രഫിക്കൽ ഏരിയാസ്, നെയിം ഓഫ് ഷിപ്സ്, ട്രെയിൻസ്, എയ്റോപ്ലെയിൻസ്, ഇതിൻ്റെയൊക്കെ മുൻപായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. സോ ഫ്രണ്ട്സ് നോക്കാം, പോയിന്റ്സ് ടു റിമെമ്പർ. നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുൻപായിട്ട് ദി എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരിന് മുൻപായിട്ട് ദി എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എങ്ങനെയാണ്? ദി പിയാനോ, ദി വയലിൻ, ദ ഗിത്താർ, ദ കീബോർഡ്, അങ്ങനെ ഉപയോഗിക്കണം. അടുത്ത് നോക്കൂ, പോയിന്റ്സ് ടു റിമെമ്പർ, ഗ്ലോബൽ പോയിന്റ്സ് അല്ലേ, ജിയോഗ്രഫിക്കൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ പോയിന്റ്സിൽ നോക്കാം, ദി നോർത്ത് പോൾ. ഓക്കെ, ദി നോർത്ത് പോൾ അല്ലെങ്കിലോ ദി സൗത്ത് പോൾ, ദി സൗത്ത് പോൾ. ഓക്കെ, ദ ഈസ്റ്റ് പോൾ. ഇതിനൊക്കെ എന്ത് ചെയ്യണം? ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ഉപയോഗിക്കണം. ഇനിയും ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആണെങ്കിൽ അല്ലേ, ദ മിഡിൽ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ സൗത്ത്, ദ ഈസ്റ്റ്, അതായത് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആയിട്ടുള്ള ടേംസ് വരുമ്പോൾ അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ജിയോഗ്രഫിക്കൽ ഏരിയാസിനെ കാണിക്കാനായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദ മിഡിൽ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ ഈസ്റ്റ്, ദ സൗത്ത്. അപ്പം ജിയോഗ്രഫിക്കൽ ഏരിയാസിനെ കാണിക്കാനായിട്ടും നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നു. നോക്കുക, നെയിം ഓഫ് ഷിപ്സ്, ട്രെയിൻസ്, എയ്റോപ്ലെയിൻസ് അല്ലേ. നെയിം ഓഫ് ഷിപ്സ്, ദ ടൈറ്റാനിക് അല്ലേ. ട്രെയിൻസ് ആണെങ്കിലോ, ട്രെയിൻസിൻ്റെ പേരെന്തൊക്കെയാ? ദി പരശുരാം എക്സ്പ്രസ്, ദി വേണാട് എക്സ്പ്രസ് അല്ലേ. അപ്പം
ട്രെയിൻസിൻ്റെ പേരിൻ്റെ മുൻപിൽ, ഷിപ്സിൻ്റെ പേരിൻ്റെ മുൻപിലും ഒക്കെ എന്ത് ഉപയോഗിക്കണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം. ഇനി എയറോപ്ലെയിൻ്റെ മുമ്പിൽ, അതായത് എയറോപ്ലെയിൻസിൻ്റെ പേരിൻ്റെ മുൻപിലാണെങ്കിലും ദ എയർ ഇന്ത്യ, ദി ഫിഷർമാൻ, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഗ്ലോബൽ പോയിന്റ്സ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. നെയിം ഓഫ് ഷിപ്സ്, ട്രെയിൻസ്, എയറോപ്ലെയിൻസ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. നോക്കാം. നെയിം ഓഫ് ഫോറസ്റ്റ്, ഡെസേർട്സ്, മൗണ്ടൻ റേഞ്ചസ്, ഓഷ്യൻസ്, ഐലൻഡ്സ്, അല്ലേ? നെയിം ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റിൻ്റെ പേരിന് മുമ്പിൽ ദി ആമസോൺ. ഓക്കെ. ദെൻ ഡെസേർട്സ് ആണെങ്കിൽ ദി ഥാർ ഡെസേർട്ട്, അല്ലേ? ഡെസേർട്സിൻ്റെ പേരാണെങ്കിൽ, മരുഭൂമികളുടെ പേരാണെങ്കിൽ മൗണ്ടൻ റേഞ്ചസ്, ദ ഹിമാലയാസ്. ഓക്കെ. ദെൻ ഐലൻഡ്സ് ആണെങ്കിൽ ദ ലക്ഷദ്വീപ്. ഓക്കെ. ദി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ. ഇനി ഓഷ്യൻസ് ആണെങ്കിൽ ദ ഇന്ത്യൻ ഓഷ്യൻ, ദ പസഫിക് ഓഷ്യൻ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പം ഇങ്ങനെയുള്ള നെയിംസിനൊക്കെ മുമ്പിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആയിരിക്കും. ഇനി അവിടെ ഒമിഷൻസ് വരുന്നുണ്ട്, അതായത് സീറോ ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ആർട്ടിക്കിൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന അവസരങ്ങളുണ്ട്. തടാകങ്ങളുടെ പേരിന് മുമ്പിലായിട്ട് ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഓക്കെ. തടാകങ്ങളുടെ പേരിന് മുൻപിലായിട്ട് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. സോ ഫ്രണ്ട്സ്, കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓർഡിനൽ നമ്പേഴ്സ്, അല്ലേ? ഓർഡിനൽ നമ്പേഴ്സിനോടൊപ്പം വരുന്ന എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ദി ഫോർത്ത്, ദി സെക്കൻഡ്, ദി തേർഡ്. അപ്പം ഓർഡിനൽ നമ്പേഴ്സിനൊപ്പം എന്താ വരുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നോക്കുക. ഹോളി ബുക്സ്, ദി ബൈബിൾ, ദി ഖുറാൻ, ദെൻ ഇനി എപ്പിക്സ് ഒക്കെ ആണെങ്കിൽ, അല്ലേ? മഹാഭാരതം അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ എന്ത് ചെയ്യും? ദി മഹാഭാരത. ഓക്കെ. ദെൻ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിനോടൊപ്പം എന്താണ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന പദങ്ങളുണ്ട്, അല്ലേ? ബെസ്റ്റ്, ഫാസ്റ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ഇങ്ങനെയുള്ള പദങ്ങൾ. ഇതിൻ്റെയൊക്കെ മുമ്പിൽ എന്ത് ചെയ്യും? ദി എന്നുള്ള ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കും. ദ ബെസ്റ്റ്, ദ ഫാസ്റ്റസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്. ഓക്കെ. ഇപ്പോൾ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിനോടൊപ്പം ദി എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ദെൻ യുണീക്ക് തിങ്സ് ഓർ നൗൺസ്, അല്ലേ? യുണീക്ക് തിങ്സിനോടൊപ്പം അല്ലെങ്കിൽ യുണീക്ക് നൗൺസിനോടൊപ്പം എന്ത് ഉപയോഗിക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഉദാഹരണം നോക്കുക. ദ പ്രസിഡന്റ്, ദ പ്രസിഡന്റ്. ഓക്കെ. ദി എർത്ത്, യൂണിവേഴ്സൽ തിങ്സ് ആണ്. ദി എർത്ത്, ദി മൂൺ, ദി സൺ. ഓക്കെ. ഇതിനോടൊപ്പം ഒക്കെ എന്ത് ചെയ്യും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ആണ് ഉപയോഗിക്കുക. അപ്പം യുണീക്ക് തിങ്സ് നൗൺസിനോടൊപ്പം, അതേപോലെ തന്നെ യൂണിവേഴ്സൽ തിങ്സിനോടൊപ്പം. ഓക്കെ. ദി എർത്ത്, ദി മൂൺ, ദി സൺ, ദി മാർസ്. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ എന്ത് ചെയ്യും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി ആണ് ഉപയോഗിക്കുക. ഓർഡിനൽ നമ്പേഴ്സിനോടൊപ്പം, ഹോളി ബുക്സിനോടൊപ്പം, സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിനോടൊപ്പം, യുണീക്ക് തിങ്സ് ഓർ നൗൺസിനോടൊപ്പം, യൂണിവേഴ്സൽ തിങ്സിനോടൊപ്പം ഒക്കെ ഉപയോഗിക്കുന്ന എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി എന്നുള്ളതാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി എന്നതാണ്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സീറോ ആർട്ടിക്കിൾസ്, അതായത് സീറോ ആർട്ടിക്കിൾ യൂസേജിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതായിട്ട് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെയിം ഓഫ് സ്കൂൾസ്, ടെമ്പിൾസ്, ചർച്ച്, മോസ്ക്, ലൈബ്രറി, അല്ലേ? അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലേ? അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പം അമ്പലത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ പള്ളിയിൽ പോവുകയാണെങ്കിലൊക്കെ എന്താണ്? അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. അടുത്ത് നോക്കുക. മീൽസ്, അല്ലേ? ഡിന്നറോ ലഞ്ചോ ഒക്കെ ആണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആണെങ്കിൽ അവിടെ ഒന്നും എന്താണ്? അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോഴൊന്നും നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കഴിച്ചൊരു ഭക്ഷണത്തെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നോക്കുക. ഉദാഹരണം നോക്കുക. ദ ലഞ്ച് ഐ ഹാഡ് എസ്റ്റർഡേ. ദ ലഞ്ച് ഐ ഹാഡ് എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണം
അല്ലേ? ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണം, ഇന്നലെ കഴിച്ച ലഞ്ച്, ഉച്ചഭക്ഷണം, എൻ്റെ ഇന്നലത്തെ ഉച്ചഭക്ഷണം എന്തായിരുന്നു? ഇറ്റ് വാസ് ഡെലീഷ്യസ്, അത് വളരെ രുചികരമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ദാറ്റ് വാസ് ഡെലീഷ്യസ്, അത് വളരെ രുചികരമായിരുന്നു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കും. അതല്ലാതെ വരുന്ന സാഹചര്യത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ, അതായത് അവിടെ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത് നോക്കുക, നെയിം ഓഫ് ഡേയ്സ് ആൻഡ് മന്ത്സ്, അല്ലേ? ദിവസങ്ങളുടെയും മാസങ്ങളുടെയും മുൻപിലായിട്ട് നമ്മൾക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നല്ല, ഏതൊരു ആർട്ടിക്കിളും നമുക്ക് അവിടെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ നെയിം ഓഫ് ഡേയ്സ് ആൻഡ് മന്ത്സ് ദർ ഈസ് നോ ആർട്ടിക്കിൾ. ഡേയ്സിൻ്റെയും മന്ത്സിൻ്റെയും മുമ്പിലായിട്ട് എന്ത് ചെയ്യുന്നില്ല? ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ദെൻ ലാംഗ്വേജ്, ഭാഷകളുടെ മുമ്പിൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലേ? ഐ സ്പീക്ക് ദ ഇംഗ്ലീഷ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഐ സ്പീക്ക് എ ഇംഗ്ലീഷ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഐ സ്പീക്ക് ആൻഡ് ഹിന്ദി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലാംഗ്വേജസിൻ്റെ മുൻപിലായിട്ട് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദെൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഐ ലവ് ക്രിക്കറ്റ്, ഐ ലവ് ദ ക്രിക്കറ്റ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ പേരിൻ്റെ മുൻപിലായിട്ടോ ലാംഗ്വേജസിൻ്റെ മുൻപിലായിട്ടോ നമ്മൾ ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹീ സ്റ്റഡീഡ് ഹിസ്റ്ററി പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ലാംഗ്വേജസിൻ്റെ മുമ്പിലായിട്ടോ സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ മുൻപിലായിട്ടോ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ എന്താണ്? 0 ആർട്ടിക്കിൾസ് ആണ്.